രാത്രിക്കത്തിൻ്റെ ഫുഡൊക്കെ ഒന്ന് കാണണ്ടേ. ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡ്. നമ്മളെ പച്ചമുളകും ഉപ്പും ചക്കക്കുരും പപ്പടം ഉപ്പേരി. ഇന്ന് ഫുള്ള് ഷോക്കാട്ടോ. നിറച്ച് മീനൊന്നുമില്ല. പിന്നെ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് 24 മണിക്കൂറും വിറകടുപ്പിൽ ഇങ്ങനെ പൊരുന്താനും വെച്ച. ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു മുട്ട ഉണ്ടാക്കി അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ അതിനും കോലല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ സംഭവങ്ങൾ ഇതൊക്കെ തന്നെ. എപ്പോഴും ചൊറുക്കൊന്നും ഉണ്ടാവില്ല. ഇന്നത്തെ ചൊറുക്ക് ഇതാണ്. അങ്ങനെ മോളും ഫുഡ് കഴിച്ചു. കണ്ടോ, വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ അവളോട് പറയുന്നു വേണ്ട കേട്ടോ, വെള്ളം ധാരാളം കുടിക്കും. ഓൾക്ക് കുടിക്കാനുള്ള ഒരു കുപ്പിയാണ് ഇത്. ഇത് ഫുള്ളായി കഴിഞ്ഞാൽ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഓള് എടുക്കും കേട്ടോ. അപ്പോൾ ഓള് ഫുഡ് കഴിക്കുന്നുണ്ട്, ഞാനും ഫുഡ് കഴിച്ചു. പിന്നെ നമുക്ക് ഡ്രസ്സുകളൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ട്. സ്കൂൾ അടച്ചതുകൊണ്ട് തന്നെ ബാഗൊക്കെ ഒന്ന് തട്ടിക്കുട്ടി എടുത്ത് വെക്കുകയാണ് കേട്ടോ. ബാഗിൽ കുറേ മാറാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ജൂണിലല്ലേ സ്കൂളുള്ളൂ. അപ്പം അതുവരെ ബാഗൊക്കെ ഒന്ന് ഫ്രീ ആയി കിടന്നോട്ടെ. എന്തായാലും പോകണേൻ്റെ ആ ഒരു സ്കൂൾ തുറക്കണതിന് മുൻപാവും ബാഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നു കേട്ടോ. കാരണം ഇപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. കാരണം പിന്നെ അതേപോലെ ഒരു പൂപ്പൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ തുറക്കണത് ആ ഒരു ടൈം അനുസരിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളതിലാണ് കേട്ടോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കി വെക്കുകയാണ്. കുറേ പെൻസിലും ചപ്പും ചമറും ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. നിങ്ങളെ പഴയ ബുക്കൊക്കെ എന്താ ചെയ്യലും മക്കളത്? ഞാൻ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് വെക്കണം. നോട്ട് ബുക്കൊക്കെ വേണമെങ്കിൽ ഇനി ഒതുക്കിയിട്ട് നമ്മുടെ ആക്രിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്നും കൂടെ ഒന്ന് പറയണം കേട്ടോ. നമുക്കറിയില്ലല്ലോ നിങ്ങൾ എങ്ങനെയാണ് ഇത് എടുത്ത് വെക്കണത് എന്ന്. ഞാൻ ഒതുക്കി വെക്കണതിന് കൂടെ തന്നെ മോളും തന്നെ ഓളെ കാര്യങ്ങൾ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതൊക്കെ എടുത്ത് വെച്ചോളാം, ഞാൻ അടുത്ത വർഷമല്ലേ എന്നൊക്കെ പറഞ്ഞ് എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ടേബിളൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടോ. ഗോതമ്പ് 2 ദിവസമായി ഉണക്കി വെച്ചിട്ട് ഗോതമ്പും പച്ചരിയും കൂടെ. അപ്പോൾ അത് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ അതാണ് ആ ഗോതമ്പാണ് അവിടെ കിടക്കുന്നത്. ഞാൻ അപ്പുറം അത് കൊണ്ടുവച്ചാൽ നമ്മളെ കുറിഞ്ചാത്തം പിന്നെയും വന്ന് നിറയും. അതുകൊണ്ട് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. കൊണ്ടുപോകാൻ പാകത്തിന് വേഗം എടുക്കാമല്ലോ, മറക്കൂല. പുറത്തേക്ക് പോകുമ്പോൾ ഏട്ടന് കൊടുത്തയക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ മോളെ കുറച്ച് ട്രോഫികളും കാര്യങ്ങളും ഉണ്ട്. LKG മുതൽ ഇപ്പോൾ 2ാം ക്ലാസ് വരെ കിട്ടിയ ഓളെ ട്രോഫികളാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഈ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ചാടുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ തേജുട്ടം കയറിങ്ങാണ്ട് കുറേ പൊട്ടിച്ചതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ പൊടി പിടിക്കുകയല്ലേ, അപ്പോൾ അതൊക്കെ ഒരു കവറിലിട്ട് വെക്കാം എന്നുള്ളതിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇനി പുതിയ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാമല്ലോ. ഇവിടുന്ന് ഇങ്ങനെ വെച്ചത് കടുത്തുണ്ടല്ലോ, അത് വയ്ക്കാൻ സ്ഥലമല്ല ഒന്നാമത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ പുതിയത് കിട്ടുമ്പോൾ വയ്ക്കുമ്പോൾ തന്നെ അത് തിങ്ങി ചാടുകയാണ്. അപ്പോൾ ഞാനത് കവറിലാക്കി കുറേ ദിവസം എടുത്തേക്കാനും പറയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അതിനോട് ഒരുങ്ങിയതാണ്. ഇതാണ് കേട്ടോ മോൾക്ക് കിട്ടിയ സമ്മാനങ്ങൾ. ഞാനൊന്നും പഠിച്ചിട്ട് ഇത്രയും പ്രായമായി നമുക്കൊന്നും ഇങ്ങനെ ഒരു ചെറിയൊരു പൊട്ടെങ്കിലേക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു ഇത് മോക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ. LKGന്ന് കിട്ടിയതാണിത്. പിന്നെ അതുവരെ ഇവിടെ എത്തി 2ാം ക്ലാസ് വരെ എത്തി. അപ്പോൾ അതുവരെ കിട്ടിയ ഗിഫ്റ്റുകളാണ് ഈ കാര്യങ്ങൾ. ഡാൻസിനായിട്ടും ഡ്രോയിങ്ങിനായിട്ടും പിന്നെ കലോത്സവത്തിനായിട്ടും അങ്ങനെ പാട്ട് അങ്ങനെ കുറേ പരിപാടികളായിട്ട് അങ്ങനെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഈ അടുത്ത് കിട്ടിയതാണ് ബുൾബുളിൻ്റെ ഒരു ഗിഫ്റ്റ്. പിന്നെ അതുപോലെ തന്നെ കിട്ടിയതാണ് നമ്മുടെ ഒരു കലോത്സവത്തിൻ്റെത്, അതായത് ഉപജില്ലാ കലോത്സവം ഉണ്ടാവില്ലേ അതിൻ്റെത്. അങ്ങനെ കുറേ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം നമുക്കൊന്നും കിട്ടാത്ത നമ്മളെ മക്കൾക്ക് കിട്ടുന്നത് കാണുമ്പോൾ ആ ഒരു സന്തോഷമല്ലേ, അതാണ് കേട്ടോ. ഇത് പിന്നെ വാർഷികത്തിൻ്റെ ട്രോഫി കേട്ടോ ഈ കിട്ടിയത്, തരംഗ്. അപ്പം അങ്ങനെ 2ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ 3ാം ക്ലാസ്സിലേക്കുള്ള പോക്കാണ് ഈ പോണത്. ഇത് പിന്നെ മെഗാ ക്യൂസിന് കിട്ടിയ പ്രൈസാട്ടോ. 4ാം സ്ഥാനമാണ് മോൾക്ക് കിട്ടിയത്. 1, 2, 3 3ാം ക്ലാസ്സിലത്തെ കുട്ടികൾക്കാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഓക്ക് കിട്ടുമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ തന്നെ കൊണ്ടുവരും അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വാശിയല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ ഓല മനസ്സിൽ അങ്ങനെ ഒരു തീപ്പൊരി ഉണ്ടാവണം. ഇത് കലോത്സവത്തിന് കിട്ടിയത്. അങ്ങനെ കുറേ കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇതേപോലെയുള്ള ഗിഫ്റ്റുകൾ വാങ്ങാനുള്ള ആ ഒരു ആയുസ്സും ആരോഗ്യം എൻ്റെ മക്കൾക്ക് ഭഗവാൻ നൽകട്ടെ. അതേപോലെ തന്നെ എല്ലാവരുടെ മക്കൾക്കും ഇതേപോലൊരു ഭാഗ്യം നൽകട്ടെ കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ തേച്ചിട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വെപ്പും കാര്യമൊന്നും നടക്കൂല. ആളിവിടെ ഇല്ലാത്തത് കൊണ്ടാണ്, ആള് വിരുന്ന് പോയതാണ്, എൻ്റെ വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ ഒതുക്കി വെക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ മൂപ്പരും ഉണ്ടാവും നമ്മളെ കൂടെ അതൊക്കെ
പൊളിച്ചടിക്കാൻ. പിന്നെ കച്ചറയാവും. ഓളെ ഗിഫ്റ്റ് തൊടുമ്പത്തിന് ഓന് കച്ചറ ഉണ്ടാക്കും. പിന്നെ അവിടെ അടി പിടി അങ്ങനെയാവും. അപ്പോൾ അതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ശരിക്ക് ഒതുക്കി വെക്കാം. അങ്ങനെ ട്രോഫികളും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു കവറിലാക്കി അങ്ങനെ ഷിബൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കണം. അപ്പം ഞാൻ അതിന് ഒരു ഷോക്കേസിന് മുകളിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മടക്കി വെക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് കോട്ടായും വരുന്നുണ്ട് കേട്ടോ, ഉറക്കം വരുന്നുണ്ട്, അത് വേറെ കാര്യം. മോളും എൻ്റെ കൂടെ മടക്കാനൊക്കെ കൂടി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓളത് ഞാൻ ഓളോട് പറഞ്ഞു എൻ്റെ കോട്ടയെ കൊണ്ടുവച്ച് തരണം. അപ്പോൾ അതൊക്കെ ഓളും തന്നെ കൊണ്ടുവച്ച് അങ്ങനെ ഞങ്ങൾ മടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി നെക്സ്റ്റ് പണി എന്താ ഞങ്ങളത് പിന്നെ ഞങ്ങൾ ഉറങ്ങാൻ പോയിട്ടോ. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്, രാവിലെ കാണാം. രാവിലെ നല്ല മീൻ കറിയാണ് കേട്ടോ, ഒന്നായിട്ടുള്ള കറിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഒക്കെ ഒന്നായിട്ടുള്ള വെപ്പാട്ടോ. അപ്പം നമുക്ക് പുട്ടാണ് കേട്ടൊന്ന് കടിയായിട്ടുള്ളത്, രാവിലത്തെ കടി. പിന്നെ എനിക്കത് പറ്റൂല, കാരണം ഗ്യാസുമ്മ വെക്കണതാണ് പുട്ടും പാത്രമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ അരി ഇടാൻ മറന്നു പോയി, പച്ചരി. അധികം ഞാൻ വിറകടുപ്പായതുകൊണ്ട് ദോശയാണ് ഉണ്ടാക്കല്. അപ്പോൾ പച്ചരി വെള്ളത്തിലിടാൻ തലേന്നിടാൻ മറന്നതുകൊണ്ട് ഞാൻ പുട്ടടാക്കി. എൻ്റെ പുട്ടും പാത്രമൊക്കെ കരിഞ്ഞ് പുറ്റായിട്ടുണ്ട്. അപ്പം നമ്മളെ മീനിക്കട് തേങ്ങ അരച്ച് ഒഴിച്ച് പാർന്ന് റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ പുട്ടും മീൻ കറിയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ കോംബോ. അപ്പോൾ ഗ്യാസൊക്കെ തീർന്നാൽ ഇങ്ങനെ എളുപ്പത്തിലുള്ള പണികളൊക്കെ എടുക്കുക. കാരണം തേങ്ങ അരച്ചുള്ള മീൻ കറിയൊക്കെ വെക്കുക. പൊരിയും കരിയൊന്നും നടക്കൂല വിറകടുപ്പിൽ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് പൊരിക്കാനുള്ള മീനൊന്നും ഇവിടെ കൊണ്ടുവരണ്ട, എനിക്ക് കറിയേക്കാളുള്ള മീൻ മാത്രം മതി. എന്നാൽ പിന്നെ തേങ്ങ അരച്ചത് വെച്ചാൽ വൈകുന്നേരത്തിനും ഉണ്ടാവും, ഉച്ചയ്ക്കും ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. പക്ഷെ മീൻ കറിയും കാര്യങ്ങളൊക്കെ രസമുണ്ട്. പക്ഷെ എനിക്ക് പറ്റിയില്ല. ഇത് മറ്റെന്താ പുഴമീനാണ് അത്ര. എനിക്ക് അതിൻ്റെ മണം പറ്റുന്നല്ല, ഒരു ചെറുമണം ഉണ്ട് ഇതിന്. എനിക്ക് പറ്റിയിട്ടില്ല. എന്നെപ്പോലെ ഈ ഒരു മണം പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എനിക്കിഷ്ടമല്ല. അങ്ങനെ നമ്മൾ മീൻ കറി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അകത്ത് കൊണ്ടുവയ്ക്കണം. കണ്ടോ അതിൻ്റെ പുട്ടും പാത്രം കണ്ടോ ഇങ്ങനെ കരിഞ്ഞിട്ടുണ്ട്. അതാണെങ്കിൽ ഈ ഒരു അടുപ്പിൽ നിൽക്കില്ല, കാരണം വലിയ അടുപ്പായതുകൊണ്ട് ഞാനൊരു ഓടുമ്പട്ടൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ ഒരു ഇതിൽ പുട്ടും പാത്രം വെച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഭയങ്കര റിസ്ക്കാണ് ഉണ്ടാക്കാൻ. പക്ഷെ റിസ്ക് നോക്കിയിട്ട് കാര്യമല്ല, തിന്നണ്ടേ. ഇന്നാണെങ്കിൽ തന്നെ മ്യൂസിക് ക്ലാസ്സും ഉണ്ട് ഇക്കും മോൾക്കും. അപ്പോൾ അതിന് പോവും വേണം. അപ്പോൾ അതിൻ്റെ ഇതിലാണ് വേഗം പണികളൊക്കെ ഒരുക്കും വേണ്ടേ. അപ്പോൾ ചോറിനൊക്കെ വെള്ളം വെച്ച ശേഷം ഞാൻ പിന്നെ നമ്മളെ മീൻ കറിയും കൂട്ടി ഫുഡ് കഴിക്കാൻ നിന്നത് കേട്ടോ. പക്ഷെ എനിക്ക് അതിൻ്റെ ആ ഒരു രുചി പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ അത്രയ്ക്കൊന്നും കഴിച്ചില്ല കേട്ടോ. ഞാൻ കറി മാത്രം കൂട്ടി, എന്നാലും മീൻ രസമുണ്ട്. പക്ഷെ എന്നാലും ഒരു ചെറുമണം വരുന്നുണ്ട്, എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം ഞാൻ മുറ്റത്തൊക്കെ ഒന്ന് ഇരുന്ന് ചായയൊക്കെ കുടിച്ച് പോവാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഞായറാഴ്ച മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക് മ്യൂസിക് ക്ലാസ് ഉള്ളത്. അപ്പം ഞാനും മോളും കൂടെ ഒക്കെ ഒരുങ്ങി സെറ്റായി നിൽക്കുകയാണ്. മേലത്തെ ചേച്ചിയുണ്ട്, വീടിൻ്റെ മേലെ തന്നെ ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ഓരോ മോളും കൂടെ ഉണ്ട്. അപ്പോൾ ഒരേട്ടന് വണ്ടിയും കൊണ്ട് ഞങ്ങൾ കൊണ്ടാക്കി തരും. അപ്പം ഞങ്ങൾ ഓരോന്ന് വണ്ടി എടുക്കുമ്പോൾ പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഓടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ മ്യൂസിക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു ഉച്ച 2-2:30 ആകുമ്പോൾ എൻ്റെ ഫുഡ് അടിയാണ്ടത്. ഫുഡ് ഒരുവിധമൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സത്യം പറയാമല്ലോ, ഞാൻ പറഞ്ഞില്ല മീൻ കറിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തിന്നണ്ടേ ഇതിങ്ങോട്ട് കുറച്ച് അതിൻ്റെ കറിയും കൂട്ടി വാരി തിന്നുകയാണ്. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അയൽക്കൂട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം പിന്നെ വെള്ളത്തിന് പോവുകയാണ് കേട്ടോ. വന്ന ഡ്രസ്സ് പിന്നെ ഞാൻ മാറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരം മേലെ ഒഴുകുമ്പോൾ മാറ്റാന്നുള്ളതിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വെള്ളത്തിന് പോയി. കുടിക്കാനും വയ്ക്കാനുള്ള വെള്ളം പിന്നെ നമ്മൾ കിണറ്റെന്താ കൊണ്ടുവരിക കേട്ടോ. ബാക്കി ആവശ്യങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് ഉണ്ട്, പൈപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ കിണറ്റത്തെ വെള്ളത്തിൻ്റെ ആ ഒരു രുചി നമുക്ക് കിട്ടൂലല്ലോ വേറെ ഏതൊരു വെള്ളം ഉപയോഗിച്ചാലും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വോട്ട് ചെയ്യൽ ആ സ്ലിപ്പ് ഉണ്ടാവില്ലേ, വോട്ടർ പട്ടികയിൽ പേരുണ്ടോ ഇതൊക്കെ ആ സ്ലിപ്പും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരാൾ വന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ചു ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ ഒരു ലോഡ് മത്തി ഉണ്ടെങ്കിൽ നന്നാക്കാൻ. അപ്പോൾ അത് നന്നാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അത്യാവശ്യം നല്ലോണം ഉണ്ട്, കാരണം നല്ലോണം മത്തിയൊക്കെ നന്നാക്കി കിട്ടാനാണ് പാട്. പക്ഷെ നന്നായി കിട്ടി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാവും. നന്നാക്കാനൊരു ലോഡുള്ളത് കൊണ്ട് മടിച്ചാണ് നന്നാക്കണം. മടി നോക്കിയിട്ട് കാര്യമില്ല, നന്നാക്കൽ നിർബന്ധമല്ലേ. നല്ല ചെറിയ മത്തിയൊന്നുമില്ല, അത്യാവശ്യം ഒരു ഇടത്തരം വലിപ്പമുള്ള മത്തി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കുഞ്ഞ മത്തിയൊക്കെ ആണെങ്കിൽ പിന്നെ ഭ്രാന്താവും. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുക, ചെറിയ മത്തിക്ക് എനിക്ക് അച്ചാറിടാം, അങ്ങനെ ചിന്തിച്ചിങ്ങനെ നന്നാക്കട്ടെ. ഞാൻ ചിന്തക്കൊരു കുറവൊന്നുമില്ല, അത് വേറെ കാര്യം. മീൻ നന്നാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ എനിക്കൊരു താളിപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയില്ല കേട്ടോ. നമ്മളെ വഷള ചീരയും വെച്ചിട്ട് ഇത് കണ്ടോരും കറി വെച്ചോരും ഉണ്ടെങ്കിലൊന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാനൊരു വീട്ടിൽ പോയപ്പോൾ ഒരു മറുപടി കൊടുന്നതായിരുന്നു. അപ്പോൾ അത്
ചെറുതായിട്ട് ചെറിയ തോതിൽ ഉണ്ടായിട്ടുള്ളൂ, പൊട്ടിക്കാനൊന്നും ആയിട്ടില്ല. പക്ഷെ എനിക്ക് കറി വെക്കാൻ, അതായത് മീൻ കറിക്ക് പറ്റിയിട്ടില്ലല്ലോ. അപ്പം ഞാൻ എനിക്കൊരു താളിപ്പ് ഉണ്ടാക്കാൻ വെച്ച് അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ ഞാൻ. എനിക്ക് പിന്നെ താളിപ്പ് അതിക്ക് പിന്നെ ഒരു മീൻ പൊരിച്ചതൊക്കെ ആണെങ്കിൽ ഇഷ്ടമായിട്ടോ. അപ്പം ഞാൻ കുറച്ച് മത്തി എടുത്തിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ താളിപ്പും മീൻ വറുത്തതും എനിക്കിത് മതി കേട്ടോ. എനിക്ക് മീൻ ആ തേങ്ങ അരച്ച് വെച്ച ആ കറി എനിക്ക് പറ്റിയിട്ടില്ല. അതായത് പാടത്തെ, അതായത് പുഴമീൻ ആയതുകൊണ്ട് എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം നമ്മൾക്ക് സ്പെഷ്യൽ ഇതാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾ വീഡിയോ, മത്തി പൊരിച്ചതും താളിപ്പും. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ജാത്താഹു. അങ്ങനെ 2 ദിവസത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ.